റസൂലിൻ്റെ കുടുംബത്തോടുള്ള പ്രേമം അത് ഷിയാക്കളുടെ ലക്ഷണമാണെങ്കിൽ ലോകമേ നിങ്ങൾ അറിയുക, ഞാനും ഷിയാക്കളുടെ കൂട്ടത്തിൽ പെട്ടവനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം ഷാഫി പറഞ്ഞതാണ്. ഈ കർബല ചരിത്രം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ പൗത്രൻ ഇമാം ഹുസൈനെ കൂഫക്കടുത്തുള്ള ഒരു സ്ഥലത്ത് കർബല എന്ന പ്രദേശത്ത് വെച്ച് ക്രൂരമായി കൊല ചെയ്യുന്ന ഒരു സംഭവം. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, 2 ഭാഗങ്ങളിലായിട്ട്. കർബല എന്ന തലക്കെട്ടോടുകൂടി കർബലയുടെ സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ട്. ഇന്നത്തെ ഈ വീഡിയോ കർബലയുടെ ചരിത്രം വിവരിക്കാൻ വേണ്ടി ഉള്ളതല്ല. കർബലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില അപ്രിയ സത്യങ്ങൾ, മറ്റാരും വിവരിച്ച് കേട്ടിട്ടില്ലാത്ത ചില സംഭവങ്ങൾ, അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അതൊന്നും നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞ് നിങ്ങൾ കേൾക്കില്ല. അതവർക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, അവരത് പറയില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. 656 ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ മദീന മുഴുക്കെ ഒരു സംഘർഷാവസ്ഥയാണ്. അന്നത്തെ ആളുകൾ 2 ചേരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കൂട്ടം ആളുകൾ അവർക്ക് അടിയന്തരമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് വാശി പിടിച്ചിരുന്ന ആളുകളാണ്. മറ്റൊരു കൂട്ടർ അവർ അലി റളിയല്ലാഹു അൻഹുവിനെ പിന്തുണച്ച ആളുകളാണ്. അവർ പറഞ്ഞത് ആദ്യം ഖലീഫ ഭരണം സ്ഥിരപ്പെടണം, മദീനയിലെ സംഘർഷാവസ്ഥ ഒഴിവാക്കണം, ജനങ്ങളെ ഒന്നിപ്പിക്കണം, എന്നിട്ട് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം. കാരണം അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകികൾ മദീനയിൽ വലസുകയാണ്. മദീനയിൽ അപ്പോഴുണ്ടായിരുന്ന ആ ഒരു സംഘർഷാവസ്ഥയാണ് ഈ ഭരണ തലസ്ഥാനം പോലും കൂഫയിലേക്ക് മാറ്റാനുണ്ടായ പ്രധാന കാരണം. ആദ്യത്തെ ഭരണ തലസ്ഥാനം ഉണ്ടായിരുന്നത് മദീനയിലാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്നതോടുകൂടിയാണ് അത് കൂഫയിലേക്ക് മാറ്റുന്നത്. അത് അതിലേറെ പ്രശ്നമായി മാറുന്നുണ്ട്. ആ സമയത്ത് ആയിഷ ബീവി മദീനത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, ഒരു അതോറിറ്റിയാണ്. ഖലീഫമാരടക്കം പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും പോയി കണ്ടിരുന്നത് ആയിഷ ബീവിയാണ്. ഖലീഫമാരടക്കം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതിനു മുമ്പ് ആയിഷ ബീവിയുടെ സ്വന്തം പിതാവായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം പല ഉപദേശങ്ങൾക്കും ചോദ്യങ്ങൾക്കും ചെന്നിരുന്നത് ആയിഷ ബീവിയുടെ അടുത്തേക്കാണ്. കാരണം റസൂലിൻ്റെ പത്നിയാണ്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആയിഷ ബീവി മദീനത്തില്ല, ഹജ്ജിന് വേണ്ടിയിട്ട് മക്കത്താണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ആയിഷ ബീവി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. ആയിഷ ബീവി ചോദിച്ചു, ഉസ്മാൻ കൊല ചെയ്യപ്പെട്ടിട്ട് എന്താ ഉണ്ടായത്? കുറ്റവാളികളെ പിടിച്ചോ, അവരെ ശിക്ഷിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, നടപടി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളടുത്ത ഖലീഫയായിട്ട് അലി ഇബ്ൻ അബി താലിബിനെ ബയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയിഷ ബീവി ചോദിച്ചു, ഉസ്മാൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഈ സമയം ആയിഷ ബീവി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പുറപ്പെട്ട ഒരു സമയമായിരുന്നു. ആയിഷ പറഞ്ഞു, എന്നെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്നെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഉസ്മാനെ കൊന്നവർക്കെതിരെ ഒന്നും ചെയ്യാൻ ഇതുവരെ നിങ്ങളുടെ ഖലീഫക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഉസ്മാൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, അതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഉസ്മാൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, അതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഈ ജമൽ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. ഒരു ഭാഗത്ത് ഖലീഫ അലിയും അലിയുടെ ആളുകളും, അന്നത്തെ മദീനയിലെ പ്രധാനപ്പെട്ട സഹാബിമാരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കൾ ഹസനും ഹുസൈനും, പിന്നെ പ്രസിദ്ധനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്ൻ അബ്ബാസ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ മുഹമ്മദ് ബിൻ അബീബക്കർ, പിന്നെ കൂഫക്കാരും ബസ്രക്കാരും, പ്രധാനമായിട്ട് ഈ ഹാഷിം വംശജർ, ഇവരൊക്കെയാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈഡിൽ. മറുവശത്ത് നേതൃസ്ഥാനത്ത് ആയിഷ ബീവി, റസൂലിൻ്റെ പ്രിയ പത്നി, കൂടെ പ്രധാനപ്പെട്ട 2 സ്വഹാബിമാർ, തൽഹ ഇബ്ൻ ഉബൈദില്ല, ഒപ്പം അസുബൈർ ഇബ്ൻ അൽ അവ്വാം. ഈ പേരുകളൊക്കെ നമ്മൾ 10 സ്വഹാബിമാരുടെ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബിമാരുടെ പേരുടെ ഇടയിൽ കേൾക്കുന്നതാണ്, തൽഹയും സുബൈറും.
പിന്നീട് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ള ഇബ്നു സുബൈർ, ഒരു വശത്ത് അലിയും അലിയുടെ മക്കളും, മറുവശത്ത് ആയിഷയും ആയിഷയുടെ ജ്യേഷ്ഠ സഹോദരിയുടെ മകനും, അസ്മാ ബീവിയുടെ മകൻ അബ്ദുള്ള ഇബ്നു സുബൈർ. ആയിഷ ബീവിക്ക് സ്വന്തമായിട്ട് അനന്തരവാസികളും മക്കളൊന്നും ഇല്ല. അബ്ദുള്ള ഇബ്നു സുബൈർ മകനെ പോലെയാണ്. പിന്നീട് മക്കക്കാർ, ഡമാസ്കസുകാർ, അവർ നേരിട്ട് പങ്കെടുക്കുന്നില്ല, പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശജർ, ബനു അബ്ദുഷംസ് എന്ന് പറയുന്ന ഇവർ ഉമവിയക്കാർ തന്നെയാണ്. ഉമവിയയുടെ ഒരു ഭാഗമാണ് ബനു അബ്ദുഷംസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഭാഗത്ത് ബനു ഉമയ്യക്കാരും മറുഭാഗത്ത് ബനു അബ്ബാസ്കാരും. ഭാവിയിൽ വരാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാജവംശക്കാരാണ്. ഒന്ന് അബ്ബാസിയക്കാരും മറ്റത് ഉമവിയക്കാരും. അതിലും പ്രധാനമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൻ്റെ കൂടെ ഒരു സൈഡിലും അബ്ദുള്ള ഇബ്നു സുബൈർ തൻ്റെ പിതാവിൻ്റെ കൂടെ മറു സൈഡിലും. ഈ സമയത്ത് ഇവർക്ക് ഏതാണ്ട് 30-32 വയസ്സ് പ്രായമാണ്. മുതിർന്ന ആളുകൾ തന്നെയാണ്. അബ്ദുള്ള ഇബ്നു സുബൈറിന് ഇമാം ഹുസൈനേക്കാളും ഒരു 2-3 വയസ്സ് കൂടുതലുണ്ട്. ജമൽ യുദ്ധം നടക്കുന്നത് ഹിജ്റ 36-ലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് ഹിജ്റ 35-ൽ, ഇത് 36-ൽ. ജമൽ യുദ്ധം വിവരിക്കാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറഞ്ഞത്. ഇത് ആരാണ് ആർക്കെതിരെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഹിജ്റ 60-ലാണ് മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്, യസീദ് ഭരണത്തിലേറുന്നത്. അതുവരെയുള്ള കളിയൊക്കെ മാറി ഈ ഭരണ പിന്തുണ നൽകണം എന്നുള്ളത് നിർബന്ധമായി, നിയമമായി മാറുകയാണ്. ആ സമയത്ത് എല്ലാവരും ബൈഅത്ത് ചെയ്യണം എന്നുള്ളത് നിയമമായി മാറുകയാണ്. അങ്ങനെയാണ് അബ്ദുള്ള ഇബ്നു സുബൈറും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും മദീന വിട്ട് മക്കയിലേക്ക് ഒളിച്ചോടി പോകുന്നത്. ഒരുമിച്ചല്ല, പക്ഷേ ഒരേ സമയത്താണ്. ഈ മക്കയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ യുദ്ധം നിഷിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഹറമാണ്, ഒരു സേഫ് സോണാണ്. യുദ്ധം നിഷിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് യസീദിനൊഴികെ. ഇത് ജമൽ യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. ഹിജ്റ 60-ആണ്. ഈ സമയത്ത് ഇമാം ഹുസൈനും അബ്ദുള്ള ഇബ്നു സുബൈറിനും ഏതാണ്ട് 60 വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട്. 59-58 വയസ്സ് പ്രായമുണ്ട്. ഇവരങ്ങനെ മക്കയിലേക്ക് പോയി. അവിടെ ഇവർ യസീദിനെതിരെ കൈ കോർക്കുന്നുണ്ട്. അതായത് അക്കാലത്തെ പ്രഗത്ഭരായിട്ടുള്ള 2 വ്യക്തികളാണ് മക്കയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഒന്ന് പ്രവാചകൻ്റെ പൗത്രനാണ്, അലി ഇബ്നു അബി ത്വാലിബിൻ്റെ മകനാണ്. അബ്ദുള്ള ഇബ്നു സുബൈറും മോശക്കാരനൊന്നല്ല, ആദ്യത്തെ ഖലീഫയുടെ പൗത്രനാണ്. പ്രവാചകൻ്റെ അമ്മായിയുടെ മകൻ സുബൈറിൻ്റെ മകനാണ്. ഐഷ ബീവിയുടെ ജ്യേഷ്ഠ സഹോദരിയുടെ മകനാണ്. അസ്മാ ബീവിയുടെ മകനാണ്. എന്നിരുന്നാലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പടി താഴെ തന്നെയാണ്, ഒരു തട്ട് താഴെ തന്നെയാണ്. കാരണം അത് റസൂലിൻ്റെ പേരക്കുട്ടിയാണ്, മകളുടെ മകനാണ്. ഇവർ മക്കയിലേക്ക് വന്നപ്പോൾ അറേബ്യ മുഴുക്കെ ഈ ഒരു വാർത്ത പരന്നു എന്നാണ്. അതായത് ഇവർ യസീദിന് ബൈഅത്ത് ചെയ്യാതെ മക്കയിൽ വന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അറേബ്യ മുഴുവൻ ഈ ഒരു വാർത്ത പരക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെ പിന്തുണക്കാതെ മക്കയിലെത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത ഇറാഖികൾ അറിഞ്ഞോട് കൂടിയിട്ട് ഇറാഖികൾ, കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിക്കാൻ തുടങ്ങി. കാരണം കൂഫ എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന സ്ഥലമാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്നത് കൂഫയിലാണ്. അവർ പറഞ്ഞു, ഇത് നിൻ്റെ സ്ഥലമാണ്, ഇത് നിൻ്റെ പിതാവിൻ്റെ സ്ഥലമാണ്, ഞങ്ങളൊക്കെ നിൻ്റെ പിതാവിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിച്ചുകൊണ്ട് ഒരുപാട് ദൂതന്മാരും ഒരുപാട് കത്തുകളും വരാൻ തുടങ്ങി. ഉമവിയക്കാർ പിടിച്ചടക്കുന്നത് വരെ ഇത് നിൻ്റെ സ്ഥലമായിരുന്നു, ഇത് നിൻ്റെ പിതാവിൻ്റെ സ്ഥലമായിരുന്നു, അതുകൊണ്ട് യാ ഹുസൈൻ നീ തിരിച്ചു വാ എന്നും പറഞ്ഞ് കൂഫക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉമവിയാക്കൾക്കെതിരെ പൊരുതണം, ആഞ്ഞടിക്കണം, അതിന് നീ ഞങ്ങളുടെ ഇമാമായിട്ട് ഇവിടെ ഉണ്ടാകണം എന്നും പറഞ്ഞ് അവർ കത്തുകൾ അയക്കുന്നു, ദൂതന്മാരെ അയക്കുന്നു. ഇവിടെ ഒരു വലിയ സൈന്യം തന്നെ നിനക്കായി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിളിക്കുന്നത്. അബ്ദുള്ള ഇബ്നു സുബൈറും ഈ സമയത്ത് മക്കയിൽ തന്നെയുണ്ട്. സ്വന്തം കാര്യം നോക്കി അങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. ഇവർ 2 പേരും ഒരുമിച്ചൊരു സ്ഥലത്ത് ഉണ്ടായാൽ കൂടുതൽ ഷൈൻ ചെയ്യുന്നത് ഹുസൈൻ റളിയല്ലാഹു തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കൊണ്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു പടി മുകളിൽ തന്നെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടെങ്കിൽ
അബ്ദുള്ള ഇബ്നു സുബൈറിന് 2ാം സ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത്, ഇത് ഞാൻ പറയുന്നതല്ല, കിതാബുകളിലുള്ളതാണ്, അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ മനസ്സിൽ ഇമാം ഹുസൈനെതിരെ ഒരു അസൂയ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവർ രണ്ടുപേരും ഒരേപോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഒന്ന് റസൂലിൻ്റെ പേരക്കുട്ടിയാണ്, മറ്റേത് 1ാം ഖലീഫയുടെ പേരക്കുട്ടിയാണ്. ഈ അബ്ദുള്ള ഇബ്നു സുബൈറിനെ കാണാൻ ഏതാണ്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അതേ രൂപമായിരുന്നു എന്നാണ് പറയുന്നത്. മെല്ലിച്ച് ചെറിയ താടിയൊക്കെ ആയിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അതേ രൂപമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇമാം ഹുസൈനെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ പ്രവാചകനുമായിട്ട് ഏറ്റവും രൂപസാദൃശ്യമുള്ള വ്യക്തി ആയിരുന്നു എന്നാണ്. ഇത് മക്കയിൽ ആ സമയത്ത് അതിശക്തരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ്. പക്ഷേ ഇമാം ഹുസൈന് കിട്ടുന്ന ആ ഒരു ശ്രദ്ധയും പരിഗണനയും ഒന്നും അബ്ദുള്ള ഇബ്നു സുബൈറിന് കിട്ടിയിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ മനസ്സിൽ ചെറിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു എന്നാണ്. ചെറിയൊരു വിഷമം മനസ്സിൽ തോന്നിയിരുന്നു എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സമയത്തെ തീരുമാനം എന്താണെന്നൊന്നും അറിയില്ല. കൂഫയിലേക്ക് പോവോ ഇല്ലേ ഒന്നും അറിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മക്കക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോകുന്നില്ലെങ്കിൽ മക്ക അടക്കമുള്ള ഹിജാസ് മേഖല മുഴുവൻ ഭരണം നടത്തേണ്ട ആളാണ്. അബ്ദുള്ള ഇബ്നു സുബൈറിന് ആ സമയത്ത് പിന്നെ റോളൊന്നുമില്ല. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലാണ്. അതല്ല, ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോവുകയാണെങ്കിലോ ഈ ഒരു ഭരണം നടത്തേണ്ട ആൾ പിന്നീട് അബ്ദുള്ള ഇബ്നു സുബൈറാണ്. മക്ക അടക്കമുള്ള ഹിജാസ് മേഖല പിന്നെ ഭരണം നടത്തേണ്ടത് അബ്ദുള്ള ഇബ്നു സുബൈറാണ്. ഇവിടെ ഒരു പൊളിറ്റിക്സ് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഹുസൈൻ കൂഫയിലേക്ക് പോകുക എന്നുള്ളത് അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെയും കൂടി ആവശ്യമായിരുന്നു എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തായാലും ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തൻ്റെ സഹോദരനായിട്ടുള്ള മുസ്ലിം ഇബ്നു അക്കീലിനെ കൂഫയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ് അവിടുത്തെ അവസ്ഥ, കൂഫക്കാരി പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാണോ, സത്യമാണോ എന്നൊക്കെ ഒന്ന് വിശദമായി പഠിക്കാൻ വേണ്ടി, അത് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് മുസ്ലിം ഇബ്നു അക്കീലിനെ കൂഫയിലേക്ക് പറഞ്ഞയക്കുകയാണ്. തൻ്റെ സഹോദരനായിട്ടുള്ള മുസ്ലിം ഇബ്നു അക്കീലിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇത് വളരെ രഹസ്യമായിട്ടുള്ളൊരു നീക്കമാണ്. കാരണം ഉമയ്യക്കാർക്ക് ഗവർണർ അധികാരത്തിലുള്ള സ്ഥലമാണ് കൂഫ. മുസ്ലിം ഇബ്നു അക്കീൽ കൂഫയിലെത്തി സാഹചര്യം നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ മുസ്ലിം ഇബ്നു അക്കീലിന് വന്നിട്ട് ബയ്യത്ത് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് വംശജർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുസ്ലിം ഇബ്നു അക്കീൽ ഉടനെ തന്നെ ഒരു സന്ദേശം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തുവിടുകയാണ്. ഈ സന്ദേശം കിട്ടുന്നതോടു കൂടിയിട്ട് എത്രയും പെട്ടെന്ന് കൂഫയിലേക്ക് പുറപ്പെട്ട് വരണം, ഇവിടെ നമുക്ക് വലിയൊരു അതിശക്തമായിട്ടുള്ളൊരു ജനപിന്തുണ ഉണ്ട്, അതുകൊണ്ട് ഉടനെ കൂഫയിലേക്ക് പുറപ്പെട്ടിട്ട് പോരണം എന്നും പറഞ്ഞിട്ട് ഒരു സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അയക്കുകയാണ്. പക്ഷേ കൂഫയിലെ യഥാർത്ഥ അവസ്ഥ, അവിടെ ഇവരുടെ ഈ നീക്കങ്ങളൊക്കെ ഉമവിയാക്കൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മുസ്ലിം ഇബ്നു അക്കീൽ ഓൾറെഡി ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇമാം ഹുസൈനെ കൂഫക്കാർ കാത്തിരിക്കുകയാണ് എന്നുള്ളതൊക്കെ ഉമവിയാക്കാർക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ മുസ്ലിം ഇബ്നു അക്കീൽ ഇതൊക്കെ അറിയുന്നത് വളരെ വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഈ വാർത്ത എത്താൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിഞ്ഞു പോകുന്നത്. മക്കയിൽ ഈ സമയത്ത് മുസ്ലിം ഇബ്നു അക്കീലിൻ്റെ ആ ഒരു സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്. ഉടനെ പുറപ്പെട്ട് കൂഫയിലേക്ക് വരണം എന്നുള്ള ആ ഒരു സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കയിലുള്ള അവസാനത്തെ നാളുകളാണ്. കൂഫയിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. കൂഫ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അറിയാത്ത സ്ഥലമൊന്നുമല്ല. അലി റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്ന സ്ഥലമാണ്. ആ സമയത്തൊക്കെ ഇവരൊക്കെ കൂഫയിൽ തന്നെയുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പഴയകാല സപ്പോർട്ടേഴ്സ് ഒരുപാട് ആളുകൾ കൂഫയിലുണ്ട്. പോരാത്തതിന് മുസ്ലിം ഇബ്നു അക്കീലിൻ്റെ ഈ ഒരു സന്ദേശവും വന്നിട്ടുണ്ട്, കൂഫയിലെ ആളുകൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി പറഞ്ഞിട്ട്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലെ ആളുകളോട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. ഇത് പ്രധാനമായിട്ടും 2 പേരോടാണ്
ഹുസൈൻ റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യുന്നത്. ഒന്ന് അബ്ദുല്ലാഹിബ്നു സുബൈറാണ്, മറ്റൊന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ ഫുൾ സപ്പോർട്ടാണ് പറഞ്ഞത്. ഇത്രയും ആളുകൾ നിന്നെ പിന്തുണ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. കൂഫ അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ബസ്ര ഏറ്റവും അടുത്താണ്. മക്കയിൽ എന്താ ഉള്ളത്? 4 പാടും കുറേ മലകളും. ഒന്ന് മര്യാദക്കൊരു യുദ്ധം നടത്താൻ പോലുള്ള സാഹചര്യം മക്കയിലില്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ പറഞ്ഞു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കൂഫയിലുണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞു. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കൂഫയിലെത്തിയേനെ എന്ന് പറഞ്ഞു. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രേരണയായി. എന്നാൽ ഇനി മുന്നോട്ട് തന്നെ എന്നുള്ള ഒരു ചിന്തയായി. അബ്ദുല്ലാഹിബ്നു സുബൈറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് അറിയാമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അബ്ദുല്ലാഹിബ്നു സുബൈർ പറയുന്നത് കേൾക്കണ്ട, നിന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അധികാരം ഉറപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കൂഫക്കാർ അവരെ വിശ്വസിക്കാൻ കഴിയില്ല, അവർ വഞ്ചിക്കും, അതുകൊണ്ട് നീ കൂഫയിലേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവരെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. പരിശുദ്ധ ഹറമിൽ വെച്ചിട്ട് ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഞാൻ ഇവിടം വിട്ട് പോകുന്നതാണ് എന്ന് പറയാണ്. ഈ ഒരു സമയം കൊണ്ട് കൂഫയിലെ കാര്യങ്ങളൊക്കെ ആകെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പഴയ ഗവർണറെ മാറ്റി പകരം ഉബൈദില്ല ഇബ്നു സിയാദിനെ പുതിയ ഗവർണറാക്കി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു സിയാദ് എന്ന് പറയുന്നത് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു സേവകനാണ്. വളരെ തന്ത്രപരമായിട്ട് തന്നെ മുസ്ലിം ബിൻ അക്കീലിന് വേണ്ട കെണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂഫയിലെ ഗോത്രത്തലവന്മാരെയൊക്കെ വളരെ എളുപ്പത്തിൽ ഇബ്നു സിയാദ് കയ്യിലെടുക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് മുസ്ലിം ബിൻ അക്കീലിൻ്റെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്ത അതേ ആളുകൾ ഇബ്നു സിയാദ് വന്നപ്പോൾ ഇബ്നു സിയാദിൻ്റെ അടുത്ത് പോയിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ്. ഇമാം ഹുസൈന് വേണ്ടി ബൈഅത്ത് ചെയ്ത അതേ ആളുകൾ ഇബ്നു സിയാദ് വന്നപ്പോൾ ഇബ്നു സിയാദിൻ്റെ അടുത്ത് പോയിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ്. ചുരുക്കത്തിൽ മുസ്ലിം ബിൻ അക്കീൽ കൂഫയിൽ ഒറ്റപ്പെട്ടു. അധികം വൈകാതെ തന്നെ പിടിക്കപ്പെട്ടു. കൂഫക്കാർ തങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ മുസ്ലിം ബിൻ അക്കീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു സന്ദേശം കൊടുത്ത് അയക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ഒരു കാരണവശാലും കൂഫയിൽ വന്ന് കാല് കുത്തരുത്, കൂഫയിലേക്ക് വരരുത്, തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകണം എന്നാണ്. പക്ഷേ ഈ ഒരു സന്ദേശമൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എത്തുന്നതൊക്കെ വളരെ വൈകിട്ടാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കൂട്ടരും കൂഫ ലക്ഷ്യമാക്കി അങ്ങനെ മക്കയിൽ നിന്ന് പോരുകയാണ്. ഇബ്നു അക്കീലിൻ്റെ ആ ഒരു സന്ദേശമൊന്നും ഇവർക്ക് ആ സമയത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂഫയിൽ അപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും ഇവർ അറിഞ്ഞിട്ടുമില്ല. ഇവർ കൂഫയിലേക്ക് പുറപ്പെട്ടതറിഞ്ഞിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകന് ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, യാ ഹുസൈൻ, നീ പോകരുത്, കൂഫയിലേക്ക് നീ ചെല്ലരുത്, അവർ വഞ്ചിക്കും, അവർ നിൻ്റെ പിതാവിനെ വഞ്ചിച്ച ആളുകളാണ്, അങ്ങോട്ടേക്ക് പോകരുത്, നീ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് പോകാതിരിക്കാൻ കഴിയില്ല, ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒരു മടക്കയാത്രയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്നത് എടുക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒന്നും കേൾക്കാതെ ആയപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു, പ്രവാചകൻ്റെ അവസാന സമയത്ത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്, ഇനി ഒന്നുകിൽ നിനക്ക് കുറേ കാലം കൂടി രാജാവായി ഭരിക്കാം, എന്നിട്ട് സ്വർഗം കരസ്ഥമാക്കാം, അതല്ലെങ്കിൽ ഇപ്പം നിൻ്റെ റബ്ബിനെ പോയി കാണാം, എന്നിട്ട് സ്വർഗം കരസ്ഥമാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് റസൂല് സ്വീകരിച്ചത് ആഖിറമായിരുന്നു. ഭരണം സ്വീകരിച്ചില്ല, പകരം ആഖിറമാണ് സ്വീകരിച്ചത്. ആ പ്രവാചകൻ്റെ മകനാണ് നീ, നിങ്ങൾക്ക് ഈ രാജഭരണവും ഖലീഫ ഭരണവും ഒന്നും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ അത് വേണ്ടെന്ന് വെച്ചത് പ്രവാചകന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ്. ഈ കുടുംബത്തിനത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് രാജഭരണം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ തിരിച്ചു പോകണം, നീ ഇതിൽ നിന്ന് പിന്മാറണം എന്നും പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഒരു നേട്ടവും നിനക്കുണ്ടാവാനില്ല, ഈ യാത്രയിൽ നിന്ന് നീ പിന്മാറണം എന്ന് പറയാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതൊന്നും സ്വീകരിക്കുന്നില്ല. യാത്ര തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇവരങ്ങനെ യാത്ര ചെയ്ത് കൂഫയിലേക്ക് പോകുകയാണ്. ഈ കൂഫയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴി ഇബ്നു സിയാദ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്.
ഈ യാത്രയിൽ ആദ്യം ഒരു സൈന്യം ഇവരെ നേരിടുന്നുണ്ട്. ഇബ്നു സിയാദ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. പക്ഷെ ആ സൈനിക തലവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാണ്, നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഇബ്നു സിയാദ് നിങ്ങൾക്ക് വേണ്ടി കെണി ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ തിരിച്ച് മക്കയിലേക്ക് പോകും. ഈ യാത്ര അവസാനിപ്പിച്ച് നിങ്ങൾ മക്കയിലേക്ക് പോകും. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ഈ യാത്രയുടെ അവസാനത്തിൽ ഒരുപാട് ദുരന്തങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. ഇവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വന്ന ആളുകളാണ്. പക്ഷെ പ്രവാചകൻ്റെ പൗത്രനെ കണ്ടപ്പോൾ ഈ സൈനിക തലവൻ്റെ മട്ടുമാറി. ഒരുപാട് സമയം ഇവർ ഒരുമിച്ച് ചെലവഴിക്കുന്നുണ്ട്. പറഞ്ഞു, ഇബ്നു സിയാദ് നിങ്ങൾക്കുള്ള കെണി ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ ഈ യാത്രയിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു എന്നുള്ളത് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂഫയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നത്. മുസ്ലിം ബിൻ അക്കീൽ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഹുസൈനും കൂട്ടരും മനസ്സിലാക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ഉമവിയ്യക്കാർ നമ്മുടെ നീക്കങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വലിയ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മുസ്ലിം ബിൻ അക്കീൽ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന കൂഫക്കാരൊന്നും ഇനിയില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും തിരിച്ചു പോകണം, പിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്ന് പറയാണ്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഈ അഹ്ലു ബൈത്ത് പെടാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നവരൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടൊഴിഞ്ഞ് പോവുകയാണ്. ഈ ആദ്യം വന്ന സൈനികരെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾ ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ യാത്ര വീണ്ടും തുടർന്ന് മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ അവസാനം ഇവർ യൂഫ്രട്ടീസ് നദിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തുകയാണ്. അവിടെയാണ് ഇബ്നു സിയാദിൻ്റെ പ്രധാന സൈന്യം ഇവരെ തടയുന്നത്. അവിടെയാണ് ഇവരെ തടഞ്ഞ് നിർത്തുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം, ഇതേതാ ഈ സ്ഥലം, എന്താ ഇതിൻ്റെ പേര് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇതാണ് കർബല, ഇതാണ് കർബല എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പതുക്കെ പറഞ്ഞു അത്രേ, കർബ് ബലാ, കർബ് ബലാ എന്നിങ്ങനെ പറഞ്ഞു എന്നാണ്. കർബ് എന്ന് പറഞ്ഞാൽ ദുഃഖം, കഷ്ടത എന്നൊക്കെയാണ്. ബല എന്ന് പറഞ്ഞാൽ ദുരന്തം, ആപത്ത് എന്നൊക്കെ. ആ രീതിയിൽ കർബ് ബലാ, കർബ് ബലാ എന്നിങ്ങനെ പറഞ്ഞു എന്നാണ്. ഈ കർബലയിൽ പ്രവേശിച്ചതിന് ശേഷമായിട്ട് പറയപ്പെടുന്ന ഒരുപാട് നാടോടി കഥകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കർബല. അവിടെയാണ് ആ ഒരു വലിയ സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയുന്നത്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എഴുത്തെഴുതി കൂഫയിലേക്ക് ക്ഷണിച്ച ആ കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾ ഈ ഇബ്നു സിയാദിൻ്റെ ഈ ഒരു സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു മുമ്പ് കൂഫയിലുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നേരിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. അവരെയൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചറിയുന്നുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കീഴടങ്ങാൻ തയ്യാറായി എന്നാണ്. കാരണം കൂഫക്കാരുമായി ചേർന്നിട്ടൊന്നും നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് യസീദിന് ബയ്യത്ത് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാണ്. ഡമാസ്കസിലേക്ക് തിരിച്ചു പോയിട്ട് യസീദിനെ നേരെ കണ്ട് ബയ്യത്ത് ചെയ്യാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു എന്നാണ്. യസീദിന് പിന്തുണ പറയാൻ, അതല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു രീതിയിൽ പിന്മാറാൻ തയ്യാറായിരുന്നു എന്നാണ്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ച് വരുത്തിയ ആളുകൾ ഉള്ളത് ഇപ്പോൾ ഇബ്നു സിയാദിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് കീഴടങ്ങി യസീദിന് ബയ്യത്ത് ചെയ്യാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ദേശം സൈനികർ പോയിട്ട് ഇബ്നു സിയാദിനെ പോയി അറിയിക്കുകയാണ്. ഇബ്നു സിയാദ് ഉള്ളത് കൂഫയിലാണ്, ഗവർണർ കോട്ടയിലാണ്. ഇബ്നു സിയാദിനെ പോയി അറിയിക്കുകയാണ്. ഇബ്നു സിയാദ് പറഞ്ഞു, ഡമാസ്കസിൽ പോലും യസീദിനായിട്ട് സംസാരിക്കലൊന്നും നടക്കില്ല. ഒന്നുകിൽ യസീദിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ബയ്യത്ത് ചെയ്യുക, ഒന്നുകിൽ യസീദിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ബയ്യത്ത് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നീട് എന്ത് വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറയാണ്. ഒന്നുകിൽ യസീദിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ബയ്യത്ത് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇബ്നു സിയാദിൻ്റെ അടുത്ത് പോയിട്ട് ബയ്യത്ത് ചെയ്യാൻ തയ്യാറായില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അതുവരെയുള്ള ചർച്ചകളൊക്കെ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ
ഇബ്നു സിയാദ് കമാൻഡ് ഉത്തരവിടുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ചെറിയ സംഘത്തെ ആക്രമിക്കാൻ ഇബ്നു സിയാദ് കമാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഹിജ്റ 61 മുഹറം 10 ഒരു വെള്ളിയാഴ്ച ദിവസം യസീദിൻ്റെ സൈന്യം, ഇബ്നു സിയാദിൻ്റെ സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും ആക്രമിച്ചു. സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന കൂടാരങ്ങൾ ഇബ്നു സിയാദിൻ്റെ സൈനികർ തീയിട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മിക്കവരെയും ഇവർ കൊലപ്പെടുത്തി. അഹ്ലുബൈത്തിൽപ്പെട്ടവരൊക്കെ കൊലപ്പെടുത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കയറി ആക്രമിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് റസൂലിൻ്റെ മകനാണ്. ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കണ്ടേ? ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ സൈനികർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനിക തലവൻ ആക്രമിക്കാൻ വേണ്ടി കമാൻഡ് ചെയ്തു. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനികൻ ഒരു കുന്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം കുത്തി. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരൊക്കെ അമ്പെയ്യാനും ആക്രമിക്കാനുമൊക്കെ തുടങ്ങി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഗുരുതരമായി പരിക്കേറ്റ് അങ്ങനെ വീണ് കിടക്കുകയാണ്. കുറേ സമയത്തെ ആക്രമണത്തിന് ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പരിക്കേറ്റ് വീണ് കിടക്കുകയാണ്. ആ ഒരു സമയത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നത്. യൂഫ്രട്ടീസ് നദി തൊട്ടടുത്താണ്. പ്രവാചകൻ്റെ മകനാണ് പരിക്കേറ്റ് വീണ് കിടക്കുന്നത്. ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് വെള്ളത്തിനായിട്ട് യാചിക്കുകയാണ്. മദീനയിലെ പാവങ്ങൾക്ക് കുടിവെള്ളം നൽകിയിരുന്ന ആളാണ്. കർബലയിൽ അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം പോലും നൽകപ്പെട്ടില്ല എന്നാണ്. ഒരു വിവരണത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടി നദിയുടെ നേർക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു നിരങ്ങി അടുക്കുന്നുണ്ട്. ആ സമയത്തൊരു സൈനികൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിലേക്ക് അമ്പെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിലേക്ക് അമ്പെയ്തു. ഒരു വിവരണത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ അവർ പരിശുദ്ധ പ്രവാചകനെ സ്വപ്നം കാണുന്നുണ്ട്. പ്രവാചകൻ യൂഫ്രട്ടീസ് നദിയുടെ അടുത്തിങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്നൊരു പിടി മണ്ണ് വാരിയിട്ട് ആ മണ്ണിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, എൻ്റെ ഹുസൈൻ ഈ മണ്ണിൽ വെച്ചിട്ടാണ് കൊല ചെയ്യപ്പെടുക എന്ന്. എൻ്റെ ഹുസൈൻ കൊല ചെയ്യപ്പെടുന്നത് അത് ഈ മണ്ണിൽ വെച്ചിട്ടായിരിക്കും എന്ന്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ കൊല ചെയ്യപ്പെട്ടു. വിവരണങ്ങളിൽ പറയുന്നത് ഈ കുതിര സൈനികർ ഇമാം ഹുസൈൻ്റെ ശരീരം കുതിരയെ കൊണ്ട് ചവിട്ടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. റസൂലിൻ്റെ കുട്ടിയുടെ ശരീരമാണ് മണ്ണിലിട്ട് തട്ടിക്കളിച്ചിരുന്നത്. റസൂലിൻ്റെ രൂപത്തോട് അത്രയും സാദൃശ്യമുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് പറയപ്പെട്ട ആ ഒരാളാണ് ഇമാം ഹുസൈൻ. കുതിരയെ കൊണ്ട് ചവിട്ടിച്ച് മാംസം മണ്ണിൽ യോജിക്കുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് ഛേദിച്ചെടുത്ത് അത് ഉബൈദില്ല ഇബ്നു സിയാദിൻ്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ചിരുന്നു എന്നാണ്. ഇബ്നു സിയാദിൻ്റെ ഈ കളികളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ ശിരസ് യസീദിൻ്റെ അടുത്തേക്ക് ഡമാസ്കസിലേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യസീദിൻ്റെ കൂടെ അവിടെ ഒരു ക്രിസ്തീയ സന്ദർശകനുണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഒരു വെള്ളിപ്പാത്രത്തിൽ ഇമാം ഹുസൈൻ്റെ തല കൊടുന്ന് യസീദിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആ സമയത്ത് ആ ക്രിസ്ത്യാനി പറഞ്ഞു അത്രേ, നിങ്ങൾ മുഹമ്മദിൻ്റെ കുടുംബത്തോട് ഈ ചെയ്തത് ഞങ്ങൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ കുടുംബത്തോട് ചെയ്യില്ല എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ യസീദിനത് വലിയ മാനക്കേടാവുന്നതായിട്ടും ഇബ്നു സിയാദിനെ പഴിചാരി ശപിക്കുന്നതായിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ഈ കൂട്ടക്കൊലയിൽ ബാക്കിയായിട്ടുള്ള ഒരേ ഒരു മുതിർന്ന ആൺതരി അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി സൈനുൽ ആബിദീനാണ്. ആ സമയത്ത് അലി സൈനുൽ ആബിദീൻ ഏതാണ്ട് 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ബാക്കി പിന്നെ കുറച്ച് സ്ത്രീകളും കുട്ടികളും ആയിരുന്നു. ഇവരെ യസീദിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യസീദിൻ്റെ ദർബാറിൽ വന്നതിന് ശേഷം ഇവരെ 3 ദിവസത്തെ ദുഃഖാചരണം നടത്താൻ യസീദ് അനുവദിക്കുകയും ഇവരെ കൂട്ടിക്കെട്ടി നടത്തിയിട്ടാണ് കൂഫയിൽ നിന്ന് ഡമാസ്കസിലേക്ക് കൊണ്ടുവരുന്നത്. ബന്ദികളാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. റസൂലിൻ്റെ കുടുംബമാണ്. വസ്ത്രമൊക്കെ കീറിപ്പറിഞ്ഞ് മുടിയൊക്കെ ജട പിടിച്ചിട്ട് തലയിലും മുഖത്തുമൊക്കെ മണ്ണ് കട്ട പിടിച്ചിട്ട് അങ്ങനെയാണ് യസീദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. 1 മാസത്തോളം മരുഭൂമിയിലൂടെ നടത്തിച്ചിട്ടാണ് ഇവരങ്ങോട്ട് കൊണ്ടുവരുന്നത്. കയ്യും കാലും ഒക്കെ കൂട്ടി ബന്ധിച്ച നിലയിൽ.
അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന യസീദിൻ്റെ ആളുകൾ ഈ സ്ത്രീകളെ അവർക്ക് വെപ്പാട്ടികളായി ചോദിച്ചിരുന്നു എന്നാണ്. എന്തായാലും യസീദ് അതിനൊന്നും അനുവദിച്ചില്ല. അവർക്ക് 3 ദിവസം ദുഃഖാചരണം നടത്താനുള്ള ഒരു അനുമതി കൊടുത്തു. അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തു. അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും യസീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇവരോട് പെരുമാറുന്നത്. അതിനുശേഷം കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഇവരെ വളരെ നല്ല രീതിയിൽ കാവലേർപ്പെടുത്തി നല്ല രീതിയിൽ തന്നെയാണ് മദീനയിലേക്ക് ഇവരെ പറഞ്ഞയക്കുന്നതും. ഇവരെ നല്ല രീതിയിൽ തന്നെ കാവൽക്കാരോടൊപ്പം മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇമാം ഹുസൈൻ്റെ കൂട്ടക്കൊലക്ക് ശേഷം പിന്നീട് ഒരിക്കലും ഈ ഹാഷിമിയാക്കൾ ഒരു പ്രക്ഷോഭത്തിനും പോയിട്ടില്ല എന്നാണ്. പക്ഷെ എല്ലാ കാലത്തും ഉമവിയാക്കളുടെ കാലത്തും പിന്നീട് അബ്ബാസിയക്കാരുടെ കാലത്തും ഒക്കെ ഈ ഒരു കൂട്ടർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകൾ സ്ഥിരമായി ക്രൂശിക്കപ്പെടുന്നുണ്ട്, അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് എന്ത് ചെയ്തു എന്നുള്ളതിന് വ്യത്യസ്ത വിവരണങ്ങളാണ്. അതിലൊന്ന്, ഈ ഷിയാക്കൾ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് തിരിച്ച് കർബലയിലേക്ക് തന്നെ കൊടുത്തയച്ചു എന്നാണ്. അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തോടു കൂടി കർബലയിൽ തന്നെ അത് മറവ് ചെയ്തു എന്നാണ്. അതാണ് ഷിയാക്കൾ കൂടുതലായിട്ടും വിശ്വസിച്ച് പോരുന്നത്, കർബലയിൽ അടക്കം ചെയ്തു എന്നുള്ളത്. മറ്റൊരു വിവരണത്തിൽ ഇത് ഡമാസ്കസിൽ തന്നെ മറവ് ചെയ്തു എന്നാണ്. ഉമവിയക്കാരുടെ ഒരു മസ്ജിദ്, അവിടെ റഅസൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട്, അവിടെ മറവ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. വേറെ ഒരു റിപ്പോർട്ടിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് കൈറോയിലേക്ക്, ഈജിപ്തിലേക്ക് കൊണ്ടുപോയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് അസ്കലാൻ, പലസ്തീനിലെ അസ്കലാനിലേക്ക് കൊണ്ടുപോയി എന്നും പിന്നീട് ഫാത്തിമിയാക്കളുടെ കാലത്ത് കൈറോയിലേക്ക് കൊണ്ടുപോയി അത് അവിടെ മറവ് ചെയ്തു എന്നുമാണ്. ഓൾഡ് കൈറോയിൽ മസ്ജിദുൽ ഹുസൈനിൽ അത് അടക്കം ചെയ്തു എന്നാണ്. ഈ ഫാത്തിമിയാക്കളും ഈജിപ്തുകാരൊക്കെ വിശ്വസിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഇതുകൂടാതെ ഈ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകൾ തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇമാം ഹുസൈൻ്റെ ശിരസ് മദീനത്തേക്ക് കൊണ്ടുവന്ന് കബറടക്കിയതായിട്ടും പറയുന്നുണ്ട്. മദീനത്തേക്ക് കൊണ്ടുവന്ന് മറ്റ് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ ബക്കീയിൽ കബറടക്കിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. റസൂലിൻ്റെ കുടുംബത്തോടുള്ള പ്രേമം അത് ഷിയാക്കളുടെ ലക്ഷണമാണെങ്കിൽ ലോകമേ അറിയുക, ഞാനും ഷിയാക്കളിൽ പെട്ടവനാണ്. ഇമാം ഷാഫിയുടെ വാക്കുകളാണ്.